ഗസയിൽ അശാന്തിയുടെ പെരുമഴയാണ്. അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഒഴിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ ജീവൻ ലഭിക്കില്ല. ഇനി അവിടെയുള്ളവർ എന്തു ചെയ്യുമെന്നുള്ളത് ആർക്കും അറിയില്ല. അവിടെ എന്തായിരിക്കും ഇനി സംഭവിക്കുക? എന്തായാലും ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിലെ താമസക്കാർക്ക് അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീരദേശ എൻക്ലേവിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗാസ നിവാസികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ട് 20 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് 20 ഇന ഗാസ പദ്ധതി കൊണ്ടുവന്നിരുന്നു. ഇതിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾ തീരുമാനം അറിയിക്കണം. അതാണ് ട്രംപും പറഞ്ഞിരുന്നത്. 3 ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ തീർപ്പാകും. ഇനി ഉത്തരം പറയേണ്ടത് ഹമാസ് ആണ്. ഈ കാര്യത്തെ മുന്നോട്ട് അതായത് ഇനി യുദ്ധം ഉണ്ടാകണമോ അല്ലെങ്കിൽ അടിച്ചമർത്തണമോ, അവിടെയുള്ളവരുടെ ഭാവി നിശ്ചയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഹമാസിന്റെ കയ്യിലാണ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം മറുപടി പറയേണ്ടിയിരുന്നത് ഹമാസ് തന്നെയാണ്. എന്തായാലും ആ അന്ത്യശാസനവും കഴിഞ്ഞു. എല്ലാവരും ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയായിരുന്നു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാകുമോ എന്നുള്ളത്. എന്നാൽ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഹമാസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. ഇതിനിടയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഗാസ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്നിനുമല്ല, നമുക്കറിയാം ഗാസ നിവാസികൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ നടക്കാൻ പോകുന്നത് എന്തെന്ന് നമുക്ക് ചിന്തിക്കാനാകാത്ത കാര്യമായിരിക്കും. ഒരൊറ്റ ഹമാസിനെയും അവിടെ വെറുതെ വെച്ചേക്കില്ല, ജീവനോടെ വെച്ചേക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഹമാസുകൾ എങ്ങനെ ഉപേക്ഷിക്കാനാണ്? ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ട്രംപ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത്? അതായത് ഇസ്രായേലിന് കയറി അടിക്കാൻ വേണ്ടുന്ന ചില പ്രോജക്റ്റുകൾ, ലോക സമാധാനത്തിന് താൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കാൻ വേണ്ടി ട്രംപ് ഈ 20 ഇന ഗാസ സമാധാന പദ്ധതി കൊണ്ടുവന്നതാണോ എന്നുള്ള സംശയമുണ്ട്. മറ്റൊന്ന്, ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ചേർന്നെടുത്ത ചില ഉഡായിപ്പ് തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവർ ചേർന്നെടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ കാര്യങ്ങൾ, അതായത് ഇനി എങ്ങനെയും ഗാസ പിടിക്കണം, ഗാസയിൽ വമ്പൻ ടൂറിസ്റ്റ് പ്രോജക്റ്റുമായിട്ടൊക്കെയാണ് ട്രംപ് നിൽക്കുന്നതെങ്കിൽ തിരിച്ച് അവിടെ ജൂത സെറ്റിൽമെന്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതിന് എന്തായാലും അവിടെയുള്ളവരോട് ഒഴിഞ്ഞു പോകണം, അവരോട് എവിടെ വേണമെങ്കിലും പൊക്കോളൂ എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലുമുള്ള മാനുഷിക അവകാശങ്ങൾ, എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചുകൊണ്ടാണ് അവിടെയുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഇതിന് പിന്നിൽ ഒളിച്ചിരുന്ന, അതായത് സാധാരണക്കാർക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ഈ ആക്രമിക്കുന്ന ഹമാസിനെ ഇല്ലാതെയാക്കാനുള്ള വ്യഗ്രത കൂടി നമ്മൾ അതിൽ കാണേണ്ടി വരുന്നുണ്ട്. വെടിനിർത്തലുണ്ട്, 72 മണിക്കൂറിനകം ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിരായുധീകരണം, ഈ കാര്യങ്ങൾ തന്നെയാണ് ഇല്ലാതെ ഇരിക്കുന്നത്. സത്യത്തിൽ 2-3 തവണ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ആ വെടിനിർത്തല് ഇല്ലാതെയാക്കി കളഞ്ഞത് ഹമാസുകൾ തന്നെയായിരുന്നു. ഇസ്രായേൽ അവിടെ ശാന്തത പാലിക്കുമ്പോൾ ഹമാസ് ഇവിടെ ഇരുന്ന് വെടിപൊട്ടിക്കുക. അപ്പോൾ തിരിച്ചുള്ള അടി കിട്ടും. ഈ തിരിച്ചുള്ള അടി കിട്ടുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടിലായി പോയത് സാധാരണക്കാരായിട്ടുള്ള ഗസയിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ട്രംപിന്റെ 20 ഇന പദ്ധതിയിലെ ചില വ്യവസ്ഥകളിൽ പ്രത്യേകിച്ച് ഈ നിരായുധീകരണം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഭേദഗതി വരുത്തണമെന്ന് ഹമാസ് നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. മറ്റു ചില അംഗങ്ങൾ ഈ പദ്ധതി പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും ചില വിഭാഗം ഇത് പൂർണ്ണമായും നിരസിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ 20 ഇന പദ്ധതിയിൽ പ്രത്യേകിച്ച് നിരായുധീകരണ വിഷയത്തിൽ ചില ഉദ്യോഗസ്ഥർ ഭേദഗതികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു അടുത്ത പലസ്തീൻ വക്താവ് പറയുന്നത്. ഈ നിരായുധീകരണം, ഹമാസ് മറ്റു വിഭാഗങ്ങളിലെ നേതാക്കളെ പുറത്താക്കൽ തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറുമെന്നും പ്രദേശത്തിനകത്തും പുറത്തും വെച്ച് തങ്ങൾക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഉറപ്പ് ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ നൽകാനാകില്ല. കാരണം കയ്യിലിരിപ്പിനനുസരിച്ച് ഏതൊരുത്തനും മറുപടി കിട്ടുകയുള്ളൂ.
ആ മറുപടിയാണ് 2022 ഒക്ടോബർ 7 ശേഷം തുടങ്ങിയത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് വെറുതെ അല്ല, സാധാരണ ഗാസയിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ലായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇത് ഇത്രയും ഭീതിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഹമാസിന് വളരെയേറെ പങ്കുണ്ട്. ഹമാസ് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മറ്റു വിഭാഗങ്ങളെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഇവരുടെ ശിങ്കിടികളെല്ലാം ഒഴിവാക്കി കുറച്ചുപേരെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും മറയിൽ പുറകിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അണിയറയിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഇതിന് പിന്നിൽ നടക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ മാസം ദോഹയിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകൾക്കിടയിൽ 6 ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ട സംഭവം ഈ ആവശ്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്നാണ് പറയുന്നത്. ഖത്തറിനെ ആക്രമിച്ചതിന് പിന്നിലും പല കാര്യങ്ങളാണുള്ളത്. ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അമേരിക്കയുടെ ആശീർവാദത്തോടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഖത്തർ ഇന്ത്യയുമായിട്ട് രൂപയിൽ ഇടപാട് നടത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഹമാസ് നേതാക്കളെ കാലാകാലങ്ങളായിട്ട്, അതായത് 2016-18 ആ സമയം മുതൽ ഹമാസ് നേതാക്കളെ സമാധാന ചർച്ചയ്ക്ക് എന്നുള്ള പേരിൽ ഖത്തറിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെ അമേരിക്കയുടെ ചെലവിൽ തന്നെ ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു, സമാധാനപൂർണമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കൃത്യമായ പദ്ധതി, ഏത് രാഷ്ട്രത്തലവനാണ് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ആശങ്ക പൊതുസമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സൈന്യം നഗരം വളഞ്ഞതുകൊണ്ട് തന്നെ, അതായത് ഗസ വളഞ്ഞതുകൊണ്ട് തന്നെ തെക്കൻ ഗാസയിലേക്ക് മാറാൻ സാധാരണക്കാർക്കുള്ള ഒരു അവസരമാണ് ഇത് എന്നുള്ളത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞത് ഗസ സിറ്റിയിൽ 36 പേർ ഉൾപ്പെടെ 46 പേരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് ഗാസ നഗരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കാൻ നിർബന്ധിതരായതായി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കോട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ്. ഹമാസ് പ്രവർത്തകരെ ഗാസ സിറ്റിയിൽ ഒറ്റപ്പെടുത്താൻ ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അവശേഷിക്കുന്ന ഇനി ഈ ഒരു മുന്നറിയിപ്പ് വന്നിട്ടും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആ ജനം ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം അങ്ങനെ ചെയ്യുന്നവരെ തീവ്രവാദികളായിട്ട് കണക്കാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദികളായിട്ട് കണക്കാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവൻ അപകടത്തിലാണ്. ഇനി ആ ജനങ്ങളെ കൂടി ഇല്ലാതെയാക്കും എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു തീവ്രവാദി ഇവരെ സാധാരണക്കാരെ മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഗാസയിലെ ഒരു പൗരൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് കൂടി കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ അവിടെ തെക്കൻ ഗസയിലേക്ക് മാറിപ്പോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തെക്കൻ ഗാസയിലെ താമസക്കാർക്ക് വടക്കോട്ട് മാറുന്നതിനായി അവശേഷിക്കുന്ന അവസാന പാതയും അടച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഇത് സൈന്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഫലത്തിൽ ഗാസയെ 2ആയിട്ട് അവിടെ വിഭജിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും വടക്കൻ നിവാസികൾക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരദേശ പാതയിലൂടെ തെക്കോട്ട് നീങ്ങാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഹമാസ് നിരായുധീകരണം ആവശ്യപ്പെടുന്ന ട്രംപിന്റെ ഗാസ പദ്ധതികൾ ഭേദഗതി വരുത്താൻ ഹമാസ് ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ദി ഗാർഡിയനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശം ഗാസയിലെ ഏതൊരു ഭരണപങ്കിൽ നിന്ന് ഹമാസിനെ അയോഗ്യരാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു ജനതയുടെ ജീവന് മേൽ ആയുധം വെച്ചുള്ള കളിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോ ഇതിൽ വടികൊടുത്ത് അല്ലെങ്കിൽ സ്വന്തം നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് ട്രംപ് നടത്തുന്ന ചില കളികൾ കൂടി ഇതിനകത്തുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേലിനെ വെച്ചിട്ട് ഒരുപക്ഷെ ഇവർ ഒരു അണിയറക്കുള്ളിൽ നിന്ന് കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണോ എന്നുള്ള
ശങ്ക ഉണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാനും സാധിക്കില്ല. കാരണം പല അവസ്ഥകളിലും പല സാഹചര്യങ്ങളിലും അമേരിക്കയുടെ നിലപാടുകൾ അത്തരത്തിലായിരുന്നു. ട്രംപിനാണെങ്കിൽ നൊബേൽ സമ്മാനം വേണം എന്നുള്ള ഒരൊറ്റ വാശിയേ ഉള്ളൂ. ഇപ്പൊ പലരും പറഞ്ഞു തുടങ്ങി അങ്ങേർക്ക് ആ നൊബേൽ പ്രൈസ് ഒന്ന് കൊണ്ടേ കൊടുത്തിരുന്നെങ്കിൽ ഈ ലോക സമാധാനം നിലനിന്നേനെ. സമാധാനത്തോളം വലിയൊരു കാര്യം ഈ ലോകത്ത് മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്താലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഈ ലോകം മുഴുവൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ഈ അമേരിക്ക നടത്തിയിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിച്ച് അവരുടെ ആയുധങ്ങൾ വിറ്റുതീർക്കാനും ഒക്കെ ആയിട്ട് അവർക്ക് മുതലാളിമാരായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉടനീളം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, നീതിപൂർവമല്ലാത്ത കാര്യങ്ങൾ, യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അവർ തന്നെയാണ് പല തീവ്രവാദ സംഘടനകളെയും വളർത്തിയിട്ടുള്ളത്. അവർ തന്നെയാണ് അവരെ ഇല്ലാതെയാക്കാനും ശ്രമിച്ചിട്ടുള്ളത്. ആ തീവ്രവാദ സംഘടനകളിൽ നിന്നൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അമേരിക്ക പാഠം പഠിക്കുന്നില്ല. അവർക്ക് സാമ്രാജ്യത്വ ശക്തിയായിട്ട് തുടരണം എന്നുള്ളതാണ്. ആ അമേരിക്കയുടെ പിറവി പോലും നമുക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ മുഴുവനും വംശഹത്യക്ക് ഇരയാക്കിയിട്ടാണ്. സ്വന്തമായിട്ട് ഒരു ചരിത്രം പോലും പറയാനില്ലാത്ത ഒരു ദേശമായി അമേരിക്ക മാറിയിട്ടുണ്ട്. ആ അമേരിക്കയാണ് ഇന്ന് മറ്റു സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന പല രാജ്യങ്ങളെയും ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. തമ്മിൽ അടുപ്പിക്കുന്നതും ഒക്കെയും അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ ട്രംപ് നടത്തുന്ന പല കാര്യങ്ങളും ഏതൊരു സമാധാന ചർച്ചയും ആയിക്കൊള്ളട്ടെ, ആ ചർച്ച ഉൾപ്പെടെ നടത്തുന്നത് തനിക്ക് നൊബേൽ പ്രൈസ് വേണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ്. അത് പല തവണ ട്രംപ് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തായാലും ഹമാസിന്റെ നിരായുധീകരണം ഉടനടി നടക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഹമാസുകൾ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലുള്ളവരല്ല. ഇനി ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ബന്ദികളുടെ ജീവനും ആപത്തിലാണ്. പിടിച്ച് കൊണ്ടുപോയതിൽ 200ഓളം ബന്ദികളാണ്. ഇനി എത്ര പേർ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കണക്ക് പോലും അറിയില്ല. ഇവിടെയാണ് നമ്മൾ ചില സമയങ്ങളിലെങ്കിലും മൊസാദ് എന്ന് പറയുന്ന സംഘടനയുടെ അതിനും കുറവുകൾ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നത്. ലോകത്തെവിടെയും കയറി ചെന്നുകൊണ്ട് ആരും അറിയാതെ അവരുടെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന മൊസാദിന് തങ്ങളുടെ പൗരന്മാരെ എവിടെയാണ് ഹമാസുകൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമായി അവശേഷിക്കുന്നു. എന്തായാലും ഗസ ഇനി ഉണ്ടാകില്ല, അവിടെ ഹമാസുകൾ ഇനി ഉണ്ടാകില്ല. രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഗസ. ഇനി അവിടെ നടക്കാൻ പോകുന്നത് വലിയ യുദ്ധമായിരിക്കും, അടിച്ചമർത്തലായിരിക്കും, രക്തരൂക്ഷിതമായിരിക്കും. എന്തായാലും അവിടെയുള്ള സാധാരണക്കാരന് യാതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.